യൂണിറ്റ് നമ്പർ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് യൂണിറ്റ് നമ്പർ 3 ആണ്, കൺസിഡറേഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഡിഫൈൻ വാട്ട് ഇസ് കോൺട്രാക്റ്റ് ആക്ട്. കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ബാക്കി എല്ലാം. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനെ ബേസ് ചെയ്തിട്ട് ഓരോരോ ടേംസ് ആണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ടേം ആണ് നമ്മൾ കോൺട്രാക്റ്റിൻ്റെ നേച്ചർ എല്ലാം ഡിസ്കസ് ചെയ്തു. ദെൻ അബൌട്ട് വാട്ട് ഈസ് അക്സെപ്റ്റൻസ്, ഹൗ ആൻ ഓഫർ ഗെറ്റ് അക്സെപ്റ്റഡ്, സോ വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ് ദാറ്റ് വി ഷുഡ് സീ. ഇതെല്ലാമാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പറഞ്ഞത്. തേർഡ് യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ ടേം കോൾഡ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്താണ്? അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺസിഡറേഷൻ ഇസ് എൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. നമ്മൾ കുറേ എലമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എസെൻഷ്യാലിറ്റീസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റിനകത്ത് ലീഗൽ കൺസിഡറേഷൻ, ലോഫുൾ കൺസിഡറേഷൻ എന്നൊരു കൺസെപ്റ്റ് പഠിച്ചു. അപ്പോൾ ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് അതർ ദാൻ ദ എമൗണ്ട് ഓർ സംതിങ് പെയ്ഡ് ഇൻ റിട്ടേൺ ടു ദ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി ഒരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ മറ്റേത് റിട്ടേൺ ആയിട്ട് എന്ത് കൊടുക്കുന്നു? ദാറ്റ് ഈസ് ദ കൺസിഡറേഷൻ. സോ വെൻ വൺ പാർട്ടി പ്രോമിസസ് ടു ഡു സംതിങ്, ഹി ഹാസ് ടു ഗെറ്റ് സംതിങ് in return for that promise, and this something in return is known as consideration. അപ്പം എന്തിനോ പകരമായി കിട്ടുന്ന വേറെന്തോ അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. The Section 10 of the Contract Act make it clear that every agreement should be supported by consideration. നമ്മൾ കോൺട്രാക്റ്റ് ആക്ട് പറഞ്ഞു ആദ്യം എങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നതെന്ന്. അപ്പം ഒരു അഗ്രിമെൻറ്റിനെ ലോ എൻഫോഴ്സ് ചെയ്യുമ്പോൾ അത് കോൺട്രാക്റ്റ് ആവുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ അഗ്രിമെൻറ്റിൻ്റെ മേലെ ഒരു കൺസിഡറേഷൻ കിട്ടിയാലേ അത് കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ. സോ ദിസ് Section 12 അതേപോലെ Section 25 has mentioned that an agreement made without consideration is void. Section 25 പറഞ്ഞിട്ടുണ്ട് ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിൽ എന്താ, അതൊരു വോയിഡ് കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റിന് ഒരിക്കലും വാലിഡിറ്റി ഉണ്ടാകത്തില്ല. ആൻഡ് ഇഫ് an agreement is not supported by such kind of consideration, it is termed as nudum pactum, which means a bare promise. ഒരു bare promise എന്നേ അതിന് പറയുക. ഒരു പ്രോമിസ് പോലെയുള്ളൂ, ഒരാളൊന്നിനും അതിന് റിട്ടേൺ ഒന്നും കൊടുക്കുന്നില്ല. സോ ഇറ്റ് ഇസ് ജസ്റ്റ് എ bare promise, that is nudum pactum. സോ അതിനൊരു എക്സാമ്പിൾ, ഒരു കേസ് സ്റ്റഡി അവിടെ പറഞ്ഞിരിക്കുന്നത് അബ്ദുൽ അസീസ് വേഴ്സസ് മോസം അലി. ദാറ്റ് ഈസ് എ പ്രോമിസ്. അബ്ദുൽ അസീസ് പ്രോമിസ് ടു സബ്സ്ക്രൈബ് ₹500 towards the reconstruction of a mosque. When the amount was not paid, the secretary filed a case to recover the money. The court held that there is no liability on A to make the payment since he has not received any consideration for the promise. ദാറ്റ് ഈസ് എന്ത് സംഭവിച്ചിരിക്കുന്ന, ഇങ്ങനെ ഒരാൾ ഈ അബ്ദുൽ അസീസ് പ്രോമിസ് ചെയ്തു ₹500 ടുവേർഡ്സ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കൊടുക്കാം, സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ എമൗണ്ട് പേ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടില്ല. അപ്പോൾ അത് കേസ് കൊടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഒരു കൺസിഡറേഷൻ ഇല്ല. ദർ ഇസ് നോ റിസീവ് കൺസിഡറേഷൻ, എനി കൈൻഡ് ഓഫ് കൺസിഡറേഷൻ. അതാണ് ഇവിടുത്തെ കേസ്. അതേപോലെ വേറൊന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് സർ ഫെഡറിക് പോളർ ഗീവ്സ് എ സിമ്പിൾ ഡെഫിനേഷൻ. അതുപോലെ ഒരു ഡെഫിനേഷൻ തന്നിരിക്കുന്ന കൺസിഡറേഷൻ ഇസ് എ പ്രൈസ് ഫോർ വിച്ച് ദ പ്രോമിസ് ഓഫ് another is bought and the promise thus given for value is enforceable. Thus most widely accepted definition is this one. അപ്പോൾ നമ്മൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസിന് വേണ്ടി വേറൊരാൾക്ക് കൊടുക്കുന്ന പ്രൈസ് എന്ന കൺസെപ്റ്റിലാണ് കൺസിഡറേഷനെ ഫെഡറിക് പോളോക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഇതേയുള്ളൂ, ഒരു പ്രോമിസ്, ഒരു മിയർ പ്രോമിസ് ഒരിക്കലും കൺസിഡറേഷൻ അല്ല. ഇതിൽ ₹500 കൊടുക്കാം കൺസ്ട്രക്ഷന് വേണ്ടി എന്ന് പറഞ്ഞു, പക്ഷേ അതിന് റിട്ടേൺ ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് വോയിഡ്, അല്ലെങ്കിൽ അതിന് നമുക്ക് കൺസിഡറേഷൻ ഇല്ലാത്തതുകൊണ്ട് നോർമലി ഒരു വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് നമ്മുടെ Section 25 പറയാം. സോ അനദർ കേസ് സ്റ്റഡി ഈസ് ഓൾസോ ഗിവൺ ഹിയർ. ദാറ്റ് ഈസ് ഈ ഡെഫിനിഷൻ ബേസ് ചെയ്തിട്ടാണ് കേസ് സ്റ്റഡി പറഞ്ഞത്. ഡെഫിനിഷൻ ഇതായിരുന്നു: ദ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ഓൾവേസ് സംതിങ് വിച്ച് ഇസ് ബെനിഫിഷ്യൽ ടു ദ പ്രോമിസർ. ഇറ്റ് ക്യാൻ ബി എ ഡിട്രിമെൻ്റൽ ഓർ ലൂസ് എഫേർട്ട് ബൈ ദ പ്രോമിസി. ഇത് എപ്പോഴും ബെനിഫിഷ്യൽ ആവണമെന്നുമില്ല കൺസിഡറേഷൻ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ, ദാറ്റ് ഈസ് കേദർനാഥിൻ്റെയും അതുള്ള ഗൗരി മുഹമ്മദിൻ്റെയും ഒരു കേസാണ്. കേദർനാഥ് അഗ്രി ടു സബ്സ്ക്രൈബ് ₹100 ടുവേഴ്സ് എ കൺസ്ട്രക്ഷൻ ഓഫ് എ ടൗൺ ഹാളിൻ്റെ കൺസ്ട്രക്ഷന് ₹100 വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓൺ ദ ഫെയ്ത്ത് ഓഫ് ദ സബ്സ്ക്രിപ്ഷൻ ബി എൻറ്റേർഡ് ഇൻ ടു ദ കോൺട്രാക്ട് ഫോർ ബിൽഡിംഗ് എ ഹാൾ. അപ്പോൾ ബി അപ്പോഴേക്ക് എന്ത് ചെയ്തു? വിചാരിച്ചു ഇയാൾ ₹100 വെച്ച് തരുമല്ലോ എന്ന കൺസിഡറേഷനിൽ തന്നെ കൺസ്ട്രക്ഷൻ തുടങ്ങി. ലേറ്റർ ഐ ഫെയിൽ ടു മേക്ക് ദ പേയ്മെൻറ്റ്, ബട്ട് ഓൺ ദ സ്യൂട്ട് അഗെയിൻസ്റ്റ് ഹിം ദ കോർട്ട് ആസ്ക്ഡ് ഹിം ടു പേ ദ എമൗണ്ട്. പക്ഷേ ഇയാൾ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് കൊണ്ട് ബി പൈസ കൊടുക്കാത്തത് കോടതിയിൽ കേസായി മാറി. ദാറ്റ് ഈസ് ദ കേസ് സ്റ്റഡി ഗിവൺ ബൈ അബ്ദുൽ അസീസ് അല്ല, കേദർനാഥ് വേഴ്സസ് ഗൗരി മുഹമ്മദ്. സോ ഹിയർ definition is also given that is when
at the desire of the promiser, the promisee, or any other person has done or abstained from doing or does or abstains from doing or promises to do or to abstain from doing something, such act or abstinence or promise is called a consideration for the promise. ഒരു കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു പ്രോമിസറിൻ്റെ ഡിസയറിനനുസരിച്ച് ഒരു പ്രോമിസി ഒരു കാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാമെന്നോ, ഒരു കാര്യം പ്രോമിസ് ചെയ്യാമെന്നോ അത് ചെയ്യാതിരിക്കാമെന്നോ, അങ്ങനെയുള്ള രണ്ട് ആക്ടിനെ ഒന്നുകിൽ ആക്ട് ആകാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന അബ്സിസ്റ്റൻസ് ആവാം. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. മുകളിലത്തെ കേസിൽ അബ്ദുൾ വേഴ്സസ് മോസമിൻ്റെ കേസിൽ എന്താ, കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ആർക്കും നഷ്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു നഷ്ടം ഉണ്ടായതുകൊണ്ടാണ് ഈ കൺസിഡറേഷൻ ഓട്ടോമാറ്റിക്കലി ആയിരുന്നു, നഷ്ടവും കൺസിഡറേഷനായി. ഓക്കെ, സോ നെക്സ്റ്റ്, ഇപ്പോൾ നമ്മുടെ വാലിഡ് ഓഫർ പോലെ അല്ലെങ്കിൽ വാലിഡ് അക്സെപ്റ്റൻസ് പോലെ വാലിഡ് കോൺട്രാക്റ്റ് പോലെ തന്നെ വാട്ട് ആർ ദ എസെൻഷ്യാലിറ്റീസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ. ഒരു വാലിഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ ഉണ്ടാവണം, എസെൻഷ്യാലിറ്റീസ്. സോ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. പ്രോമിസറിൻ്റെ ഇഷ്ടപ്രകാരം അയാളുടെ ഡിസയറിനനുസരിച്ചായിരിക്കണം നമ്മൾ കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് കൺസിഡറേഷൻ ക്യാൻ ബി ആൻ ആക്ട്, അബ്സിസ്റ്റൻസ് ഓർ എ പ്രോമിസ്. But this should be done at the promisee at the request of the promiser. പ്രോമിസറിൻ്റെ നിർബന്ധത്തിൽ പ്രോമിസിയുടെ താല്പര്യത്തോടെ ആയിരിക്കണം ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് പെയ്ഡ് ഫിക്സ് ചെയ്യേണ്ടത്. ഇഫ് ദ പ്രോമിസി ഡസ് സംതിങ് അറ്റ് ദ ഡിസയർ ഓഫ് എ തേർഡ് പേഴ്സൺ ഇറ്റ് കനോട്ട് ബി ടേൺ ടു ബി എ കോൺട്രാക്ട്. മൂന്നാമതൊരാളുടെ അനുസരിച്ചാണ് നമ്മളൊരു കൺസിഡറേഷൻ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് വൺ. സോ ഓൾവേസ് ദ കൺസിഡറേഷൻ മെയ്ഡ് ഷുഡ് ബി വിത്ത് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ ആൻഡ് ദ പ്രോമിസി, നോട്ട് എ തേർഡ് പേഴ്സൺ. സോ അതിനിവിടെ ഒരു കേസ് സ്റ്റഡി പറഞ്ഞിട്ടുണ്ട്, ദുർഗപ്രസാദ് വേഴ്സസ് ബാലിയോ. സോ ദുർഗപ്രസാദ് കൺസ്ട്രക്റ്റഡ് എ മാർക്കറ്റ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഡിസ്ട്രിക്ട് കളക്ടർ. Okay, the shopkeepers who occupied the market promised to pay commission on the articles sold to Durga Prasad. Durga Prasad filed a case to recover the commission from the shopkeepers. The court held that the amount cannot be required because the promise to pay the commission could not be treated as contract since it was not given at the desire of the promiser and therefore it is not supported for consideration. കേസ് സ്റ്റഡി മനസ്സിലായോ? ദുർഗപ്രസാദും ബാലിയോ എന്ന കേസാണ്. അപ്പോൾ ദുർഗപ്രസാദ് ഒരു മാർക്കറ്റ് കൺസ്ട്രക്ട് ചെയ്തു ആരുടെ താല്പര്യത്തിൽ, നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞിട്ട്. അപ്പം ആ മാർക്കറ്റിൽ നോർമലി ഷോപ്പ് കീപ്പേഴ്സ് വന്ന് സ്ഥലമെടുക്കും, അവരവിടെ ഇതാവാൻ തുടങ്ങും. പക്ഷേ ഷോപ്പ് കീപ്പേഴ്സാണ് പ്രോമിസ് ചെയ്തത് കമ്മീഷൻ ഓൺ ദി ആർട്ടിക്കിൾ സോൾഡ് ടു. അവർ പ്രോമിസ് ചെയ്തു ഇങ്ങനെ കമ്മീഷൻ തരാം ഡിക്ക് എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ ആ കമ്മീഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കേസ് പോയപ്പോൾ ഇതൊരു കോൺട്രാക്റ്റ് ആവത്തില്ല, ബിക്കോസ് ഒരിക്കലും പ്രോമിസറിൻ്റെ സമ്മതത്തോടെയോ അല്ലെങ്കിൽ ഡിസയറിലൂടെയോ അല്ലായിരുന്നു ഈ ഒരു കൺസിഡറേഷനിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ഫസ്റ്റ് കേസ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. The second factor is, or the second essentiality is, the consideration may move from the promisee or any other person. That is, move from the promisee or any other person. That is, the promisee or any other person നിന്ന് നമുക്ക് ഇത് പോകാം, കൺസിഡറേഷൻ മാറാം. ഇവിടെ കേസ് സ്റ്റഡി നിങ്ങൾ നോക്കിയാൽ മതി. എ മദർ ബൈ എ വേ ഓഫ് എ ഗിഫ്റ്റ് ഗേവ് സർട്ടൻ പ്രോപ്പർട്ടി ടു ഹർ ഡോട്ടർ ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ദ ഡോട്ടർ വിൽ പേ എ സം ഓഫ് ₹653 every year to her uncle. On the same day, the daughter entered into the contract with his uncle, promising to pay the agreed amount. The daughter failed to pay the amount as promised, and her uncle filed a case against her. Though she pleads that she is not liable, since he has not given any consideration, the court held that the consideration given by the mother would be treated as a valid consideration. ആദ്യം പറഞ്ഞിരുന്നു കൺസിഡറേഷൻ എപ്പോഴും എങ്ങനെയാണ്, ഒരു ഡിസയർ ഓഫ് ദ പ്രോമിസർ വഴി മാത്രമേ കൺസിഡറേഷൻ വരുള്ളൂ, തേർഡ് പാർട്ടി കൊണ്ട് ഒരിക്കലും കൺസിഡറേഷൻ മാറില്ല പറഞ്ഞു. പക്ഷേ ഒരു പ്രോമിസിൽ നിന്ന് വേറൊരു പ്രോമിസിലേക്ക് ചിലപ്പോൾ മാറാൻ പറ്റും. അതിനൊരു കേസ് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഒരമ്മ അവരുടെ മോൾക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കൊടുത്തു. അപ്പം അത് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ, അവൾ ഇത്ര രൂപ വെച്ച് അങ്കിളിനും കൂടെ കൊടുക്കും എന്ന കൺസിഡറേഷനിലായിരുന്നു. അപ്പം അവൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അങ്കിളിന് കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ കൊടുക്കാതിരുന്നു. അപ്പോൾ അങ്കിൾ ഫയൽ കോർട്ടിലേക്ക് അറിയിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അമ്മ ഉണ്ടാക്കിയ ആ കോൺട്രാക്റ്റ് ഇവിടെ വാലിഡിറ്റി, അമ്മ അവൾക്ക് കൊടുത്തത് ഒരു കൺസിഡറേഷനായിരുന്നു, ഒരു എമൗണ്ട് ഇൻ റിട്ടേൺ കൊടുത്തതാണ് ടു ബി ഗിവൺ ടു ദ അങ്കിൾ. സോ ആ ഒരു കൺസിഡറേഷൻ ഇവിടെയും ആക്റ്റീവായി. അതാണ് ചിലപ്പോൾ അത് പ്രോമിസ് ചെയ്യുന്ന വേറെ ആൾക്കാരിലേക്ക് കൺസിഡറേഷൻ മൂവ് ചെയ്യാനൊരു ഫെസിലിറ്റി ഉണ്ടെന്ന്. ദാറ്റ് ഈസ് ഇറ്റ് വാസ് എക്സ്പ്ലെയിൻ വിത്ത് ദ കേസ് സ്റ്റഡി ചിന്നയ്യ വേഴ്സസ് രാമയ്യ. ഓക്കെ, സോ
നെക്സ്റ്റ് അപ്പോൾ ഫസ്റ്റ് ഒരു കൺസിഡറേഷനുള്ളൊരു വാലിഡിറ്റി എസെൻഷ്യാലിറ്റിയാണ് പറഞ്ഞത് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഓൺ ദ ബേസിസ് ഓൺ ദി ഡിസയർ ഓഫ് ദ പ്രോമിസർ. ദെൻ സെക്കൻഡ് വൺ ഇറ്റ് ക്യാൻ മേ ഓർ ഇറ്റ് മേ മൂവ് ഫ്രം എ പ്രോമിസി ടു or any other person. The third one is consideration may be an act, subsistence, forbearance or a return promise. കൺസിഡറേഷൻ എപ്പോഴും പൈസ എന്ന ടേംസിലാവണമെന്നില്ല, അല്ലെങ്കിൽ ഇത് കിട്ടിയാൽ അത് ചെയ്യണം എന്നാവണമെന്നില്ല. ഇപ്പോൾ ഒരു ആക്ട് ആവാം, ചിലപ്പോൾ അബ്സിസ്റ്റൻസ് ആയിരിക്കാം. അബ്സിസ്റ്റൻസ് വെച്ച് നമ്മൾ ചെയ്യില്ല എന്നതായിരിക്കാം. ഓർ ഫോർബെറൻസ് ആയിരിക്കാം. ഫോർബെറൻസ് പറഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാവാം. ഓർ റിട്ടേൺ പ്രോമിസ് ആവാം, ഒരു പ്രോമിസിന് പകരം ഒരു പ്രോമിസ് ആവാം. ഇപ്പോൾ നമ്മളൊരു സാധനം തരുന്നതിന് തിരിച്ച് വേറൊരു സാധനമായിട്ട് വാങ്ങുകയാണെങ്കിൽ അതും ഒരു കൺസിഡറേഷനാണ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി കൺസിഡറേഷൻ ക്യാൻ ബി എനി ആക്ട് or an subsistence or a forbearance or a return promise. Okay, then the fourth one is consideration may be the past, present or future. Consideration past ആവാം, present ആവാം, future ആകാം. മൂന്ന് രീതിയിലാവാം. that is the words has done or abstained from doing or does not abstain from doing or promises to do or to abstain from doing. ഇതെല്ലാം നമ്മൾ ആ ഡെഫിനിഷനിൽ കൺസിഡറേഷനിൽ പറഞ്ഞാൽ ടു ഡു, ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് ഓർ പ്രോമിസസ് ടു ഡു ആൻഡ് അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എന്താ പാസ്റ്റും വരുന്നുണ്ട്, പ്രസൻറ്റും വരുന്നുണ്ട്, ഫ്യൂച്ചറും വരുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് mentioned here. It can be past, present or future. That is when consideration of a promise has been received before the date of promise. പ്രോമിസിന് മുന്നേ നമ്മൾ അതിൻ്റെ കൺസിഡറേഷൻ കൊടുത്തു. ഇവിടെ നേരത്തെ പറഞ്ഞ ചിന്നയ്യ വേഴ്സസ് രാമയ്യയുടെ കേസിൽ തന്നെ കൺസിഡറേഷൻ അമ്മ പണ്ട് കൊടുത്ത ആ ഒരു കൺസിഡറേഷനാണ് ഇപ്പോൾ കോടതിയിൽ കൺസിഡറേഷനാക്കി വന്നത്. അപ്പോൾ അതൊരു പാസ്റ്റ് പ്രോമിസാണ്, പാസ്റ്റ് കൺസിഡറേഷനാണ്. അത് പാസ്റ്റ് ആകാം, അല്ലെങ്കിൽ ദ പാസ്റ്റ് കൺസിഡറേഷൻ ഇന്ത്യൻ ലോയിൽ പാസ്റ്റ് കൺസിഡറേഷൻ നോക്കിയാൽ, ബട്ട് ഇംഗ്ലീഷ് ലോയിൽ പാസ്റ്റ് കൺസിഡറേഷൻ ഇസ് നോട്ട് ഗുഡ് കൺസിഡറേഷൻ. സോ വെൻ കൺസിഡറേഷൻ ഫോർ എ പ്രോമിസ് ഇസ് ഗിവൻ സൈമൾട്ടേനിയസ്ലി വിത്ത് ദ പ്രോമിസിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ കൺസിഡറേഷനും കൊടുക്കുന്നത്, അതെങ്കിൽ അതിനെ പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയും. വെൻ ദ കൺസിഡറേഷൻ ഇസ് ടു മൂവ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഇറ്റ് ഈസ് കോൾഡ് എ ഫ്യൂച്ചർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. ഇപ്പം നമുക്ക് ലീസിനൊരു വീട് തരാം, അപ്പം നമ്മൾ കോൺട്രാക്റ്റിലെ കൺസിഡറേഷൻ എന്താ, എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടർലിയും ഞാൻ ഇതിനുള്ള പേയ്മെൻറ്റ് റെൻ്റ് അടച്ചേക്കാം എന്നതാണ്. അപ്പോൾ അത് ഫ്യൂച്ചർ കൺസിഡറേഷൻ. അപ്പോൾ കൺസിഡറേഷൻ ക്യാൻ ബി ഐദർ പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. So that is another essentiality. Next one is consideration need not be adequate. That is, though law requires that every promise in a contract should be supported by consideration, it does not insist that it should be adequate. Adequate consideration തന്നെ ആവണമെന്ന് ഇല്ല. That is, the section 25 makes it clear. An agreement to which the consent of the promiser is freely given is not void because the consideration is inadequate. കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ചെയ്യാതിരിക്കാം എന്നെല്ലാം പറഞ്ഞാൽ മാത്രമേ കൺസിഡറേഷൻ ആവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഒരു അനാഥാലയത്തിലേക്ക് കൊടുക്കുന്നു. സോ ഇൻ റിട്ടേൺ ഐ എം നോട്ട് ഗെറ്റിംഗ് എനിത്തിങ്, അല്ലേ? ഫ്രീ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇൻ റിട്ടേൺ ഐ ഡോണ്ട് ഗെറ്റ് എനിത്തിങ്, എനി ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിനെ ഒരു കോൺട്രാക്റ്റാണ്, അതൊരു കോൺട്രാക്റ്റാണ്. അവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് എന്നൊരു കൺസിഡറേഷൻ വന്നിട്ടുണ്ട്. അപ്പം എപ്പോഴും അത് അഡ്വക്കേറ്റ് ആയിട്ടൊരു എമൗണ്ടോ എനിത്തിങ്ങോ ആവണമെന്നില്ല. ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് എസെൻഷ്യാലിറ്റി. ദെൻ സിക്സ്ത് വൺ ഈസ് ദ കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇലൂസറി. ഇലൂഷനിൽ തോന്നുന്ന ഒന്നും ആവരുത് കൺസിഡറേഷൻ. ഷുഡ് ബി ഓൾവേസ് റിയൽ. ദാറ്റ് ഈസ് ദോ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡ്വക്കേറ്റ് ആവണമെന്നില്ല, ഫ്രീ ആവാം. പക്ഷേ അത് എങ്ങനെയെങ്കിലും നമ്മുടെ ലോയ്ക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. ദാറ്റ് ഈസ് ഇറ്റ് കാൺ ബി ഇലുസേറ്ററി, ഓർക്കുന്ന രീതിയിലാവരുത്. ദാറ്റ് ഈസ് ഇഫ് ദ പ്രോമിസ് കൺസിഡറേഷൻ ഇസ് ഫിസിക്കലി ഓർ ലീഗലി ഇമ്പോസിബിൾ ഓർ അൺസർട്ടൺ ഓർ ഇലൂസറി, ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് കൺസിഡറേഷൻ. ഒരു എക്സാമ്പിൾ ഉണ്ട്. ദാറ്റ് ഈസ് വൈറ്റ് വേഴ്സസ് ബുള്ളറ്റ്. എ സൺ വാസ് റെഗുലർലി പെസ്റ്ററിങ് ഹിസ് ഫാദർ ഫോർ ദി ഫാമിലി പ്രോപ്പർട്ടി. ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, ഭയങ്കര ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫാമിലിയിൽ, ഫാദറിലെ. ഫാദർ പ്രോമിസ് ദാറ്റ് ഇഫ് ഹി സ്റ്റോപ്പ് ട്രബിളിങ് ഹിം ഹി വുഡ് റിലീസ് ഹിം ഫ്രം ആൻ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ. അപ്പം ട്രബിൾ ചെയ്യുന്നത് നിർത്തുകയാണെങ്കിൽ ഞാൻ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ഇനി നിന്ന് മാറ്റിത്തരാം എന്ന് പറഞ്ഞു. ദ കോഡ് ഹെൽഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി റെഡിക്കുലസ് ടു സപ്പോസ് ദാറ്റ് സച്ച് പ്രോമിസ് കുഡ് ബി ബൈൻഡിങ്. ഇൻ റിയാലിറ്റി ദർ വാസ് നോ കൺസിഡറേഷൻ വാട്ട് എവർ. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് എന്താ, അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി നീ ചെയ്യില്ലെങ്കിൽ, അങ്ങനെ ഒരു ട്രബിൾ ചെയ്തില്ലെങ്കിൽ എന്നൊരു ഇല്യൂഷൻ പോലെയാണ് പറഞ്ഞത്, അല്ലാതെ ഒരു റിയൽ കൺസിഡറേഷൻ അല്ല കൊടുത്തത്. അപ്പോൾ അതൊരിക്കലും കോടതിയിൽ ബൈൻഡിങ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ റെഡിക്കുലസ് ആണ്, ഒരു ക്ലിയർ അല്ല, അൺക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആസ് കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഓൾവേസ് സച്ച് ടൈപ്പ് ഓഫ് കൺസിഡറേഷൻ കാൻറ്റ് ബി ടേക്കൺ ഫോർ എ കോർട്ട്. Then that is another essentiality, that is
always the consideration given should be real and it shouldn't be illusory. Then consideration must be something which the promiser is not already bound to do. എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം തന്നെ നമുക്ക് കൺസിഡറേഷനായിട്ട് ഇടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതാണ്, അപ്പം അങ്ങനെ ചെയ്താൽ മാത്രം ഇത് ചെയ്യാം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും കൺസിഡറേഷൻ ആവില്ല. ഒരു എക്സാമ്പിൾ ഉണ്ട്. ദർ ഇസ് കൊലിൻ വേഴ്സസ് ഗോഫ്രി. എ പ്രോമിസ് ടു പേ മണി ടു ദ പോലീസ് ഓഫീസർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു ദ ക്രൈം. ദ അഗ്രിമെൻറ്റ് വാസ് ഹെൽഡ് ടു ബി ഇൻവാലിഡ് ബിക്കോസ് ദ ഓഫീസർ ഇസ് ഓൾറെഡി അണ്ടർ ദ ഡ്യൂട്ടി ടു ഡു ബൈ ലോ. അപ്പോൾ ഒരു കേസ് ഈ കേസ് തെളിയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണെങ്കിൽ പോലീസുകാരന് ഇത്ര പൈസ തരാം എന്ന് പറയുന്നത് ഒരു കൺസിഡറേഷൻ അല്ല. ബിക്കോസ് ഹീ ഈസ് ബൗണ്ട് ടു ഡു ഹിസ് ഡ്യൂട്ടി. പോലീസ്മാൻ്റെ ഡ്യൂട്ടിയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക കേസ് എന്നുള്ളത്. അപ്പോൾ അത് തന്നെ പിന്നെയും കൺസിഡറേഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിനെതിരെ ഒരു കൺസിഡറേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. സോ കൺസിഡറേഷൻ മസ്റ്റ് ബി ഓൾവേസ് എ ഡിഫറെൻറ്റ് തിങ് ഫ്രം ദാറ്റ് ഓഫ് വാട്ട് ഹീ ഡു. Or it shouldn't be something which the promiser is already doing or already bound to do. And the next one is consideration must not be illegal, immoral or opposed to public policy. പബ്ലിക് പോളിസിക്ക് എതിരെയോ അല്ലെങ്കിൽ ഇല്ലീഗൽ ഒബ്ജക്ട്സിനൊന്നും വെച്ച് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. പക്ഷേ ഇപ്പം ഒരു കാര്യം ഈ ഒരു ക്രൈം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കഞ്ചാവ് തരാം അല്ലെങ്കിൽ ലിക്കർ തരാം, അങ്ങനെയുള്ള രീതിയിലൊന്നും നമ്മൾ കൺസിഡറേഷൻ എടുക്കാൻ പാടില്ല. അപ്പം കൺസിഡറേഷൻ എനിത്തിങ് കൊടുക്കുന്നതാവാം, പക്ഷേ അതൊരിക്കലും ഒരു ഇല്ലീഗൽ ഒബ്ജക്റ്റ് ഒന്നും ആവാൻ പാടില്ല. അപ്പം ഇത്രയും വാലിഡിറ്റി എസെൻഷ്യാലിറ്റീസ് ഒരു കൺസിഡറേഷൻ എടുത്താൽ ഇറ്റ് വിൽ ബി വാലിഡ്. സോ ഫസ്റ്റ് വൺ ഇസ് consideration must be provided at the desire of the promiser. Consideration may move from the promisee or any other person. Consideration may be an act, subsistence, forbearance or a return promise. Consideration may be a present, past or future. Consideration need not be adequate. Consideration must be real and not illusory. And consideration must do something or something which the promiser is not already bound to do. And last, consideration must not be illegal, immoral or opposed to the public policy. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ a consideration can be told to be a valid one. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ്റെ വാലിഡ് എസെൻഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ, അതേപോലെ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. ഒരു കൺസിഡറേഷൻ സ്ട്രേഞ്ചർ ആവുന്ന എങ്ങനെ, അതുപോലെ ഒരു കോൺട്രാക്റ്റിൽ സ്ട്രേഞ്ചർ ആവുന്ന എങ്ങനെ. കൺസിഡറേഷൻ സ്ട്രേഞ്ചർ ആവുന്ന കാര്യം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്താൽ, ദാറ്റ് ഇസ് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ, അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ വാലിഡിറ്റിയിൽ പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു, നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് പ്രോമിസർ ആയിട്ടുള്ള വേറൊരാൾ പറഞ്ഞ കൺസിഡറേഷൻ നമുക്ക് എടുക്കും. നമ്മളൊരു ചിന്നയ്യ വേഴ്സസ് രാമയ്യ കേസിൽ പറഞ്ഞിരുന്നു, അമ്മ മോൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തു ഓൺ കൺസിഡറിങ് ദാറ്റ് ഷീ വിൽ പേ സം ടു ഹർ അങ്കിൾ. പക്ഷെ അത് ചെയ്യാതെ വന്നപ്പോൾ അമ്മയുടെ ആ ഒരു ഗിഫ്റ്റിനെ കൺസിഡറേഷനായിട്ട് എടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് മാത്രമേ കൺസിഡറേഷൻ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ഒരു സ്ട്രേഞ്ചറിൻ്റെ ഒരു പ്രോമിസിനെ ഒന്നും നമുക്ക് കൺസിഡറേഷനിലേക്ക് കൂട്ടാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. According to the English law, consideration must move from the promiser and the promisee only. If it is furnished by any other person, the promisee becomes a stranger to the consideration and cannot enforce the promise. Indian law-യിൽ ഇത് മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റില്ല. only between the promisee and the promiser it will happen. പിന്നെയുള്ളത് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിന് എങ്ങനെ സ്ട്രേഞ്ചർ ആവുന്നു? കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പേര് തമ്മിൽ പേഴ്സണൽ റൈറ്റ്സ് ആയിരിക്കും രണ്ട് പാർട്ടീസ് തമ്മിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് തമ്മിൽ കോർട്ടിൽ സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഓൾവേസ് പ്രിവെൻസ് എ തേർഡ് പാർട്ടി ഫ്രം ഹാവിങ് എനി റൈറ്റ് ഓർ ഒബ്ലിഗേഷൻ ഇൻ എ കോൺട്രാക്ട്. ഒരു തേർഡ് പാർട്ടിക്ക് ആ കോൺട്രാക്റ്റിൻ്റെ മേലെ ഒരു അധികാരം ഉണ്ടാവത്തില്ല. സോ ദിസ് പ്രിൻസിപ്പിൾ ഓർ ദ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് പ്രിൻസിപ്പിൾ ഈസ് അദ്വൈസ് കോൾഡ് ദ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഓർ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. പ്രിവിറ്റി എന്ന് പറയുന്നത് വെച്ചാൽ രണ്ട് പേര് ഏതൊക്കെ പാർട്ടീസാണോ ഇൻവോൾവ് അവർ തമ്മിൽ മാത്രമായിരിക്കും ആ ഒരു കേസ് നടക്കുന്നത്. ഓക്കെ, അതിനിവിടെ ഒരു കേസ് സ്റ്റഡി പറഞ്ഞിട്ടുണ്ട്. ന്യൂമാറ്റിക് ടയർ കമ്പനി ലിമിറ്റഡ് വേഴ്സസ് സെൽഫ്രിഡ്ജ് ആൻഡ് കമ്പനി. രണ്ട് കമ്പനികൾ. അപ്പോൾ സെൽഫ്രിഡ്ജ് കമ്പനി ബോട്ട് ടയർസ് ഫ്രം ദ ഡൺലോപ്പ് ആൻഡ് സോൾഡ് ദം ടു ഡി, എ സബ് ഡീലർ ഹു അഗ്രീസ് വിത്ത് സെൽഫ്രിഡ്ജ് നോട്ട് ടു സെൽ ബിലോ എ ലിസ്റ്റഡ് പ്രൈസ്. ഡി പറഞ്ഞു ഈ ലിസ്റ്റഡ് പ്രൈസിനേക്കാളും കുറഞ്ഞ് വിൽക്കാൻ പാടില്ല എന്ന് എസ് എന്ന് അഗ്രിമെൻ്റ് എടുത്തു. ആൻഡ് ഡി അഗ്രി ടു പേ ടു ഡൺലപ്പ് €5 ആസ് ഡാമേജ് ഓൺ എവറി ടയേഴ്സ് സോൾഡ് ചെയ്തിരിക്കുന്ന ടയറിൽ ഡാമേജ് ആയതിന് €5 വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞു. സോ ഡി സോൾഡ് 2 ടയേഴ്സ് അറ്റ് ലീസ് ദാൻ ദ
ലിസ്റ്റ് പ്രൈസ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ലിസ്റ്റ് ചെയ്ത പ്രൈസിനേക്കാളും കുറഞ്ഞു പോയി അല്ലേ, നോർമലി കുറഞ്ഞു പോകും, മറ്റേ ഡാമേജ്ഡ് സാധനത്തിൻ്റെ പൈസ കൊടുക്കുമ്പോൾ അതിനേക്കാളും കുറഞ്ഞു. അപ്പോൾ ഡൺലപ്പ് എന്ത് ചെയ്തു, കേസ് ഫയൽ ചെയ്തു ഫോർ ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ആ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്തു എന്ന രീതിയിൽ കോർട്ടിൽ കേസ് പോയി. ബട്ട് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഡൺലപ്പ് കുഡ് നോട്ട് സ്യൂ ഡി ആസ് ഡൺലപ്പ് വാസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്ട് ബിറ്റ്വീൻ S&D. S&D തമ്മിലുള്ള കോൺട്രാക്റ്റിൻ്റെ ഡൺലപ്പിന് ഇടപെടാൻ പറ്റത്തില്ല എന്നുള്ളത് കോർട്ട് അപ്പോൾ തീരുമാനമാക്കി. ബിക്കോസ് ഇറ്റ് വാസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്. A third party cannot enter into that and make a case. ഓക്കെ, ഹൗവർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ഇല്ല, പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട് എന്നെങ്കിലും ചില കേസുകളിൽ നമുക്ക് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് നിലനിൽക്കുന്നില്ല. ആ കുറച്ച് കേസുകൾ, ദാറ്റ് ഈസ് ഫ്യൂ എക്സെപ്ഷൻ ടു ദ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ഓർ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഇസ് ടു ബി ഡിസ്കസ്ഡ്. അതിൽ ഫസ്റ്റ് എക്സെപ്ഷനാണ് ഇൻ ദ കേസ് ഓഫ് ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന കൺസെപ്റ്റ് വരുമ്പോൾ സംടൈംസ് എ പേഴ്സൺ മേ ക്രിയേറ്റ് എ ട്രസ്റ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അനദർ പേഴ്സൺ. വേറൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ക്രിയേറ്റർ ഇസ് കോൾഡ് ദ ഓതർ ഓഫ് ദ ട്രസ്റ്റ് ആൻഡ് ദ പേഴ്സൺ ഫോർ ഹൂസ് ബെനിഫിറ്റ് ദ അറേഞ്ച്മെൻറ്റ് ഹാസ് മെയ്ഡ് ഇസ് കോൾഡ് ദ ബെനിഫിഷ്യറി. ഉണ്ടാക്കുന്ന ആൾ ഓതറും അതുപോലെ ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഇടുന്നത് അവർ ബെനിഫിഷ്യറി ആയിരിക്കും. ദ ബെനിഫിഷ്യറി ഹാസ് ഗോട്ട് എ റൈറ്റ് ടു ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് എ പേഴ്സൺ ഹു അഡ്മിനിസ്റ്റേർഡ് ദ ട്രസ്റ്റ് ഈവൻ ദോ ഹി ഈസ് നോട്ട് എ പാർട്ടി to the agreement between the trustee and the author of the trust. ട്രസ്റ്റിയും ഓതറുമാണ് ഇതിനുള്ള കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതും ഒക്കെ. എന്നാൽ ആർക്ക് വേണ്ടിയിട്ടാണ്, ഒരു ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ടാണ്. സോ ദറ്റ് ബെനിഫിഷ്യറി ഹാസ് എ റൈറ്റ് ടു സ്യൂ എ കേസ്. അത് ട്രസ്റ്റിൻ്റെ കേസിൽ മാത്രമുള്ള, ഇതൊരു സ്ട്രേഞ്ചറാണ്. ആ കോൺട്രാക്റ്റിൽ ഒരിക്കലും ബെനിഫിഷ്യറി വന്നിട്ടില്ല. ഓൺലി ദ ട്രസ്റ്റി ആൻഡ് ദി ഓതർ ഓഫ് ദ ട്രസ്റ്റ് വാസ് ദെയർ. ബട്ട് ആസ് ഇറ്റ് വാസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ബെനിഫിഷ്യറി ഹി ക്യാൻ ഓൾസോ സ്യൂ എ കേസ് അഗെയിൻസ്റ്റ് ദിസ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെതിരെ കേസെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, റാണ ഉമാനാഥ് ബക്ഷി സിംഗ് വേഴ്സസ് ജംഗ് ബഹാദൂർ. ഇവരുടെ കേസ് സ്റ്റഡിയാണ് പറഞ്ഞിരിക്കുന്നത്. എ ഫാദർ അപ്പോയിൻറ്റഡ് ഹിസ് സൺ ആസ് എ സക്സസർ ആൻഡ് ഗേവ് ഹിം ദ പൊസിഷൻ ഓഫ് ദ എൻ്റയർ പ്രോപ്പർട്ടി. In return, the son agreed to give a part of the income to the illegitimate son of his father. The court held that illegitimate son can file a case to claim the money. എന്നുവെച്ചാൽ അച്ഛൻ മോനാണ് സക്സസർ വെച്ച പൊസഷൻ മുഴുവൻ അയാൾ കൊടുത്തു. പക്ഷേ ഇൻ റിട്ടേൺ അയാൾ സൺ എന്ത് ചെയ്തു, ഒരു പാർട്ട് ഓഫ് ഇൻകം ബുദ്ധിസ്ഥിരതയില്ലാതെ ആ മോന് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ കോടതി പറഞ്ഞു അയാൾക്കും കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ബിക്കോസ് ദർ ഇസ് എ കൈൻഡ് ഓഫ് ട്രസ്റ്റ്. ഒരു ട്രസ്റ്റിൻ്റെ മേലെയാണ് കൊടുത്തത് അല്ലേ, ആ ഒരു പ്രോപ്പർട്ടി കൊടുത്തത് മറ്റേ മോനെ കൂടെ നോക്കുക എന്ന കൺസെപ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇങ്ങനെ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് വന്നു. This is the first exception to the stranger to contract or the privity to contract. Second exception is marriage settlement, partition or any other family arrangement. Marriage settlement അതുപോലെ partition base വരുമ്പോൾ അല്ലെങ്കിൽ or any other family arrangement. That is, when an agreement is made in connection with marriage, partition or other family settlement and a provision is made for the benefit of a third party, he may file a case to avail that benefit though he himself is not a party to the deal. ആ ഡീലിങ്ങിൽ അഗ്രിമെൻറ്റിൽ ഒരിക്കലും ആ പാർട്ടി ഉണ്ടാവത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള മാറ്റേഴ്സ് റിലേറ്റഡ് ടു മാരേജ്, പാർട്ടീഷൻ ആൻഡ് അതർ ഫാമിലി അറേഞ്ച്മെൻറ്റ് ഹി ക്യാൻ ഓൾസോ സ്യൂ എ കേസ്. ഫോർ എക്സാമ്പിൾ, സുപ്പു അമലു വേഴ്സസ് സുബ്രഹ്മണ്യം. At the time of the family partition, two brothers agreed to pay ₹300 as maintenance to their mother. അവരുടെ അമ്മയെ നോക്കാൻ വേണ്ടി 300 രൂപ വെച്ച് കൊടുക്കാമെന്ന് രണ്ട് ബ്രദേഴ്സും പറഞ്ഞു. The court held that the mother could enforce the promise even though she was not a party to the contract. അപ്പം അമ്മയ്ക്ക് ജീവിക്കാനുള്ള ആ പൈസ കൊടുക്കാമെന്ന് ഇവർ രണ്ടുപേരും കൂടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത്. പക്ഷേ അമ്മയെന്നുള്ളതൊരു പേഴ്സണൽ ഫാമിലി അറേഞ്ച്മെൻ്റ് ആണ്. സോ ഷീ ക്യാൻ ക്ലെയിം ക്യാഷ് അല്ലേ, അവർക്ക് ജീവിക്കാനുള്ള എമൗണ്ട് തരണം എന്നത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഷുപ്പു അമ്ലു വേഴ്സസ് സുബ്രഹ്മണ്യം കേസ്. ദെൻ ദിസ് ഇസ് ദ second exception to the privity of contract. Third one is acknowledgement or estoppel. That is, by the terms of a contract, if a party is required to make a payment to the third party and he acknowledges that that third party, a binding obligation is created. That is, for example, A receives some money from B to be paid to C. A ബിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി സിക്ക് കൊടുക്കാനുള്ളത്. A acknowledges that receipt to C. Then C can recover the money from A. എയും ബിയും തമ്മിലാണ് പൈസ ചിലവ് നടന്നത്. പക്ഷേ ബി എന്തിനായിരിക്കും കൊടുത്തത്, സിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിക്ക് റെസിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, സിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എയുടെ കയ്യിൽ നിന്ന് പൈസ. അതാണ് അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പിൾ എന്ന കേസ് പറഞ്ഞിരിക്കുന്നത്. ഇതിലും കോൺട്രാക്ട് എയും ബിയും തമ്മിലുള്ളൂ, പക്ഷേ സിക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ദ ഫോർത്ത് എക്സെപ്ഷൻ ആണ്
covenants running with the land. That is, the principle is based on the famous case Luck versus Monty. In this case, the court held that a person who purchases a land with notice that the owner of the land is bound by certain duties created by an agreement affecting the land shall be bound by them though he was not a party to the agreement. ഇപ്പോൾ ഒരു ലാൻഡിൻ്റെ മേലെ ചിലപ്പോൾ പല രീതിയിലുള്ള കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കാം. അപ്പം നമ്മൾ ആ സ്ഥലം വാങ്ങുകയാണെങ്കിൽ നമ്മളും ആ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടും. നമ്മളല്ല അതിൻ്റെ പാർട്ടിയെങ്കിലും ആസ് വി ആർ ഹാവിങ് ദ പൊസിഷൻ ഓഫ് ദ ലാൻഡ് നമുക്കെതിരെ ആയിരിക്കും കോടതിയിൽ എന്തെങ്കിലും കേസ് വരണമെങ്കിൽ ആ ലാൻഡിന് എഗെയിൻസ്റ്റ് വരാം. സെയിം ഇൻ ദ കേസ് ഓഫ് വെഹിക്കിളൊക്കെയാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വെഹിക്കിൾ വേറെ ആൾക്കേക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ വെഹിക്കിളിൻ്റെ മേലെയുള്ള കോൺട്രാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഓട്ടോമാറ്റിക്കലി ആരുടെ മേലെ വരും, നമ്മളുടെ ഇടയിലേക്ക് വരും. അപ്പോൾ അതാണ് വേറൊരു എക്സെപ്ഷൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരു കേസിലും എന്താ, കോൺട്രാക്റ്റ് ഒരിക്കലും നമ്മളായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഓൺ ദ പർച്ചേസ് ഓഫ് ദ ലാൻഡ് ഓർ എനി പ്രോപ്പർട്ടി ദ കോൺട്രാക്ട് ഇസ് ഷിഫ്റ്റ് ടു അസ്. അതാണ് വേറൊരു കൺസിഡറേഷൻ്റെ അല്ലെങ്കിൽ പ്രിവിറ്റി ടു കോൺട്രാക്റ്റിൻ്റെ ബ്രീച്ച് വരുന്ന കേസുകൾ. അപ്പോൾ ടോട്ടലി 4 എക്സെപ്ഷൻസ് ആണ് പറഞ്ഞത്. ഇൻ ദ കേസ് ഓഫ് ട്രസ്റ്റ്, then marriage settlement, partition and any other family arrangement, then acknowledgement or estoppel and the covenants running with the land. And the last one is no consideration, no contract. No consideration, no contractനെ പറ്റിയിട്ടാണ് ലാസ്റ്റ് വന്നത്. നമുക്കറിയാം, ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഒരു അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവത്തുള്ളൂ അല്ലേ. തന്നെ നമ്മുടെ സെഷൻ 25 പറഞ്ഞ് ദാറ്റ് ഇസ് അഗ്രിമെൻറ്റ് വിത്തൗട്ട് എ കൺസിഡറേഷൻ ക്യാൻ ബി കൺസിഡേർഡ് ടു ബി എ വോയിഡ് വൺ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും കോൺട്രാക്റ്റ് ആവും. നമ്മളൊരു എക്സെപ്ഷൻ പറഞ്ഞു, ഫ്രീ ആണെങ്കിലും കോൺട്രാക്റ്റാണ്, കൺസിഡറേഷനാണ്. പിന്നെ വേറെ ആരെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ആസ് യു ക്യാൻ മൂവ് ഫ്രം എ പേഴ്സൺ ഓർ സം അതർ പേഴ്സൺ ഫ്രം ദ പ്രോമിസി എക്സെട്ര, അതും പറഞ്ഞു. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ കൺസിഡറേഷനേ ഇല്ലെങ്കിലും കോൺട്രാക്റ്റ് ആവാനുള്ള കുറച്ച് എക്സെപ്ഷൻ കേസ്. ദ ഫസ്റ്റ് വൺ ഇസ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. That is, an agreement entered on the basis of the love and affection and without receiving any valid consideration will be enforceable if the conditions are satisfied. നാച്ചുറൽ ലവ് അഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന ചില കൺസിഡറേഷൻസ് ഉണ്ട്. നാച്ചുറൽ ലവ് ആയിരിക്കും, അഫെക്ഷൻ ആയിരിക്കും അവർ റിട്ടേൺ കൊടുക്കുന്നത്. അപ്പോൾ അതും ഒരു കൺസിഡറേഷനാണ്. സെഷൻ 25 അങ്ങനെ ആകുമ്പോൾ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ആ കൺസിഡറേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ദ അഗ്രിമെൻറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. അഗ്രിമെൻറ്റ് റൈറ്റിങ്ങിലായിരിക്കണം. കൺസിഡറേഷൻ ഇല്ലെങ്കിലും ദ അഗ്രിമെൻറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. ഇറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് രജിസ്ട്രേഷൻ. എങ്ങനെയെങ്കിലും രജിസ്റ്റർ ചെയ്യേണ്ടതാണെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ ദ പാർട്ടി സ്റ്റാൻഡിങ് ഇൻ റിലേഷൻ ടു വൺ എന്നത്. ഇപ്പം അച്ഛനും മകളും തമ്മിൽ അല്ലെങ്കിൽ അമ്മയും മോനും തമ്മിലൊക്കെ ആണെങ്കിൽ ആ 2 പേര് തന്നെയായിരിക്കണം ആ പാർട്ടി കോൺട്രാക്റ്റിലേക്ക് പോകേണ്ടത്, അഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നാച്ചുറൽ ലവ് അഫെക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് മാത്രമേ ആവുള്ളൂ. ഹസ്ബൻഡ് വൈഫ്, സൺ ഡോട്ടർ, സൺ ഫാദർ, സൺ മദർ, അല്ലെങ്കിൽ ഡോട്ടർ ഫാദർ, ഡോട്ടർ മദർ, ഓർ ബിറ്റ്വീൻ സിബ്ലിങ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഇറ്റ് ഡസൻറ്റ് റിക്വയർ എനി കൈൻഡ് ഓഫ് കൺസിഡറേഷൻ ഫോർ മേക്കിംഗ് ഇറ്റ് എ കോൺട്രാക്ട്. സെക്കൻഡ്, കോമ്പൻസേഷൻ ഫോർ വോളണ്ടറി സർവീസസ്. ചില വോളണ്ടറി സർവീസസ് ഉണ്ട്, ലൈക്ക് ദ ഫ്രീ സർവീസസ്. ഫ്രീ സർവീസസിനൊന്നും ഒരിക്കലും നമ്മൾ consideration ആവശ്യമില്ല. That is, for example, A find a purse belonging to B and gives it to him. So B promised to give A rupees 500. It is an enforceable agreement. B agree ചെയ്തിട്ടുണ്ട്, 500 രൂപ തരാം, എൻ്റെ പേഴ്സ് കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു 500 രൂപ തരാമെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ അത് ഇതാവും, അഗ്രിമെൻ്റ് ആവും, എൻഫോഴ്സിബിൾ അഗ്രിമെൻ്റ് ആവും. Then third one, time bar debt. That is, a promise in writing to pay a time bar debt signed by a promisor is enforceable even though it is not supported by consideration. ഈ ഒരു ടൈം ബാറിന് കഴിഞ്ഞ് ഈ ഡെപ്റ്റ് തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യും. അതിന് തിരിച്ച് ഇൻ റിട്ടേൺ ഒന്നും കൊടുത്തില്ലെങ്കിലും കൊടുത്താലും ഇറ്റ് വിൽ ബി ടേക്കൺ ടു ബി എ കോൺട്രാക്ട്. ദെൻ ഫോർത്ത് വൺ ഇസ് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. ദാറ്റ് ഇസ്, even the absence of the consideration, any gift between two person will be valid. ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിലും എന്താ വാലിഡിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞത്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. സോ ദർ ഇസ് ഓൾസോ വാലിഡിറ്റി. ആൻഡ് ദി ലാസ്റ്റ് വൺ, കോൺട്രാക്ട്സ് ഓഫ് ഏജൻസി. ദാറ്റ് ഇസ്, നോ കൺസിഡറേഷൻ ഇസ് റിക്വയർഡ് ടു ക്രിയേറ്റ് എൻ ഏജൻസി. ഏജൻസി ക്രിയേഷനിൽ അതിലൊരിക്കലും കൺസിഡറേഷൻ ആവശ്യമില്ല. ഏജൻസിയിൽ ചിലപ്പോൾ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടാവില്ല, ജസ്റ്റ് സർവീസ് മാത്രമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. സോ ദർ ഓൾസോ വി ഡസൻറ്റ് വാണ്ട് എനി കൈൻഡ് ഓഫ് കൺസിഡറേഷൻ ഫോർ മേക്കിംഗ് ഇറ്റ് എ agreeable or enforceable agreement. So what are they? Natural love and affection, compensation for the voluntary service, time bar debt, free gifts or the completed gifts, and the contract of agencies. Okay, so
നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് മെൻ ബൈ കൺസിഡറേഷൻ. ഒരു ലോഫുൾ കൺസിഡറേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ലോഫുൾ കൺസിഡറേഷൻ എന്താണ്, ആൻഡ് ഓൾസോ വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഫോർ ദാറ്റ്, വാട്ട് ആർ ദ എസെൻഷ്യാലിറ്റീസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ, ആൻഡ് ലാസ്റ്റ് ടു ടേംസ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷനും സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് എന്താണെന്നും സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റിന് എക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് കേസുകൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ കൺസിഡറേഷൻ ഇല്ലാതെ എങ്ങനെ കോൺട്രാക്റ്റ് വാലിഡ് ആവുന്നു അതിനുള്ള ഒരു 5 കേസുകളും 5 എക്സെപ്ഷൻസും ഡിസ്കസ് ചെയ്തു. സോ വിത്ത് ദിസ് അവർ തേർഡ് യൂണിറ്റ് ഇസ് ഓൾസോ കംപ്ലീറ്റഡ്. ഓക്കെ, so that's all for the day. Next day we will deal with the capacity for the parties. ഇതെല്ലാം ഓരോ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യാലിറ്റീസാണ്. ഓരോ എസെൻഷ്യാലിറ്റീസ് ആയിട്ടാണ് പഠിക്കുന്നത്. ഓഫർ അക്സെപ്റ്റൻസ് ആവശ്യമുണ്ടായിരുന്നു, അത് യൂണിറ്റ് 2 പഠിച്ചു. തേർഡ് യൂണിറ്റിൽ നമ്മൾ കൺസിഡറേഷൻ, ലോഫുൾ കൺസിഡറേഷൻ്റെ കാര്യം പഠിച്ചു. ഇനി അടുത്ത യൂണിറ്റ് 4 പഠിക്കുന്ന കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. സൗണ്ട് മൈൻഡ് വേണം, പോലെ മെച്യൂരിറ്റി ഏജ് റീച്ച് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മൈനർ ആരാണ്, സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.